ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് തടഞ്ഞ് പോലീസ്. ജന്തർ മന്ദറിൽ വീണ്ടും ലാത്തിചാർജ്. പാർലമെന്റ് മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രവർത്തകർ. ആം ആദ്മി സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ജന്തർ മന്ദറിനുള്ളിലേക്ക് കടന്നു. ജനാധിപത്യം ആക്രമിക്കപ്പെട്ടുവെന്ന് APMP അതിഷി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ വയോധികനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നടപടിയില്ല എന്ന് CJP ആരോപിച്ചു. CJP വക്താവ് അശുതോഷും കേന്ദ്രമന്ത്രി JP നദ്ദയുമായി ചർച്ച ആരംഭിച്ചു. നോബൽ മാറിക്കാരണം ആദിൽ പാലോടും വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ പാലോടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ ഈ ദൃശ്യങ്ങളിൽ നേരത്തെ പോലീസ് വളഞ്ഞിട്ടടിച്ച CJP പ്രവർത്തകന്റെ ശരീരത്തിലെ പാടുകളടക്കം നമുക്ക് വ്യക്തമാണ്. രണ്ടാമതും ലാത്തിചാർജ് ഉണ്ടായി അല്ലേ? ലാത്തിചാർജ് ഉണ്ടായി മാധു എന്നതാണ്. 2 തവണ ആദ്യഘട്ടത്തിൽ തന്നെ ലാത്തിചാർജ് ഉണ്ടായിരുന്നു. ഈ പാർലമെന്റ് മാർച്ച് എന്ന നിലയിൽ പാർലമെന്റിന്റെ ഭാഗത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് പോകാൻ പ്രവർത്തകരുടെ ഒരു ശ്രമം ഉണ്ടായി. ആ സമയത്താണ് ദില്ലി പോലീസ് ലാത്തിചാർജ് നടത്തിയത്. അതിനുശേഷം 12 മണിയോടെ വീണ്ടും പ്രവർത്തകർ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് മൂന്നാമതും ഇപ്പോൾ ലാത്തിചാർജ് നടന്നിരിക്കുന്നത്. നിർണായകമായ ചില വാർത്തകൾ വരുന്നത്, കേന്ദ്ര സർക്കാർ ഇതുവരെ CJP സമരത്തിന് നേരെ കണ്ണടച്ചിരുന്ന കേന്ദ്ര സർക്കാർ CJP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ശുഭകരമായ കാര്യമാണ്. JP നദ്ദയാണ് 12 മണിയോടെ നേതാക്കളെ ചർച്ചയ്ക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയത്. JP നദ്ദയെ കാണാൻ സൗരവ് ദാസ്, പാർട്ടിയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസും മറ്റൊരു വക്താവ് അശുതോഷ് റാങ്കയും ഇവിടെ സമരവേദിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഫലം അനുസരിച്ചായിരിക്കും ഒരു സമവായം എത്തിയാൽ ഒരുപക്ഷെ സമരം അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വിരളമാണ് എന്ന് ഇഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഒരു തരത്തിലും തങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ സമയം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. 200 മീറ്റർ ദൂരം വരെ കാണാനിടയില്ലാത്ത വിധം പ്രവർത്തകരെ കൊണ്ട് ഈ ജന്തർ മന്ദർ റോഡ് നിറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. അതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ ഈ പാർലമെന്റ് മാർച്ച് എന്ന നിലയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെയും പോലീസ് ലാത്തി ചാർജ് നടത്തുന്നതാണ് നിലവിലെ സാഹചര്യം. മാധു, CJP പ്രവർത്തകർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങുമ്പോൾ വീണ്ടും ലാത്തിചാർജ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയായിരുന്നു. അതിൽ പലരുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അതിൽ ചർച്ചകൾ കൂടി നടക്കുന്നുണ്ടല്ലോ. JP നദ്ദയുമായി അശുതോഷും മറ്റും ചർച്ചകളും നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ അതിഷി മർലേനെയും മനീഷ് സിസോദിയും ഒക്കെ കണ്ടു. അതിനൊപ്പം SP നേതാക്കൾ അടക്കമുള്ളവരൊക്കെ ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നു. ഉറപ്പായും പ്രധാന നേതാക്കൾ എല്ലാവരും ജന്തർ മന്ദറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. MA ബേബി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. MA ബേബി ഒപ്പം ബൃന്ദ കാരാട്ട് എത്തിയിരുന്നു. AAP MP-മാർ എത്തിയിരുന്നു. ഒപ്പം ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട MP-മാരൊക്കെ എത്തുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അവരൊക്കെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നു. സോനം വാങ്ചുക്കാകട്ടെ എന്നെ തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യണമെന്ന ആവശ്യം സഫ്ദർജംഗ് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറയുന്നത് തന്റെ ആരോഗ്യനില തൃപ്തികരമാണ്, അതുകൊണ്ട് തനിക്ക് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ, പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് സോനം വാങ്ചുക്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രതിപക്ഷ നേതാക്കളെല്ലാം പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഈ CJP പ്രതിഷേധത്തിലുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ രൂപത്തിൽ ജന്തർ മന്ദറിൽ തടിച്ചുകൂടുന്നത് CJP പ്രതിഷേധത്തിലെന്ന് പറയാം. ആദ്യഘട്ടത്തിൽ ഒരു മാർച്ച് നടത്തിയപ്പോഴൊക്കെ ജന്തർ മന്ദറിന്റെ സമരവേദിക്ക് സമീപത്ത് നിൽക്കാൻ ആകുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 200 മീറ്റർ കടന്നും നിരവധി ആയിരക്കണക്കിന് യുവാക്കൾ, ചെറുപ്പക്കാർ, പ്രായമുള്ളവരൊക്കെ എത്തിച്ചേരുന്നതാണ് നിലവിലെ കാഴ്ച. പ്രതിപക്ഷമാകെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ചർച്ച കൂടി നടക്കുന്നത്. മാധു, അതിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത്. CJP-യുടെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിൽ ചർച്ചകളുമുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയ പ്രതിഷേധത്തിന് ഇപ്പോൾ ധാരാളമായി ജനകീയ പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഏറ്റെടുത്തതോടുകൂടി, അഭിജിത് ദിപ്കെ ഏറ്റെടുത്തതോടുകൂടി കൂടുതൽ ആളുകളുടെ പിന്തുണയുമായി വീണ്ടും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും ആളുകളും എല്ലാവരും ജന്തർ മന്ദറിലേക്ക് എത്തുന്നു എന്നതും ഇന്നത്തെ ദിവസങ്ങളിലെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത്.